അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, മോട്ടിവേറ്റർ സ്പീക്കറാണ് അൻസാർ മൺമണ്ട, മുജാഹിദുകാരനാണ്. മനോഹരമായി ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നന്നായി അവതരിപ്പിക്കുന്ന ആകർഷണീയനായ ഒരു മോട്ടിവേറ്ററാണ്. അന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണുന്നുള്ളൂ. അതേസമയം വലിയൊരു ഇസ്ലാമിക പണ്ഡിതനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ ഒരു ആളുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും മനോഹരമായി ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മറ്റു സാമൂഹിക ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിനെ കരിവാരിത്തേക്കാനും ദീനിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങളെ വികലമായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്തോരണികൾ കൊണ്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹമെന്നല്ല, ഇത്തരം മുജാഹിദ് മോട്ടിവേറ്റർ പ്രഭാഷകർ പലരും അങ്ങനെയാണ്. തേനിൽ പുരട്ടിയ വിഷലിപ്തമായ ആശയങ്ങളാണ് ചിലപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ ജനങ്ങളെ ഹൃദയത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്. അതവരുടെ രീതിയുമാണ്. ഞാൻ കേൾക്കാനിടയായ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം, അദ്ദേഹം അതിൽ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അള്ളാഹു അവർക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളായ പലതിനെയും ഡിങ്കൻ കഥകളോടും മറ്റു ഉപമിച്ചതായി കേൾക്കാൻ സാധിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള ഖബർ വിശ്വാസത്തിലേക്കും ദർഗ പൂജകളിലേക്കും മുസ്ലിം ഉമ്മത്ത് പോയാൽ സംഭവിക്കുന്ന നിരീശ്വരവാദം കൂടിയില്ലേ? പണ്ടുകാലത്ത് ബാലരമയിലും മാലമംഗളത്തിലും വായിച്ച ഡിങ്കൻ കഥകളെക്കാളിലും അപഹാസ്യമായ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായ അവഗാഹം, പാണ്ഡിത്യവും അതിലുണ്ടാവണം. അതില്ലാതിരിക്കുമ്പോൾ ഒരുപാട് സ്കലിതങ്ങൾ സംഭവിച്ചു പോകും. അതിൽപ്പെട്ട ഒന്നാണ് പൗരോഹിത്യം. മതപരിസരത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ കാരണമായിട്ടുണ്ട്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയൊക്കെ മക്ബറകൾ പോയി മക്ബറ പൂജ നടത്തുന്നുണ്ട്. അതുവഴി ഈ പൗരോഹിത്യം മക്ബറ പൂജകളിലേക്കും തുടർന്ന് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ജനങ്ങളെ എത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. തികച്ചും അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ആരോപണമാണത്. അതിന് കൃത്യമായ തെളിവുകളോ ഒന്നുമില്ലാതെ എഴുന്നള്ളിക്കുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അതൊന്ന് പലവരും അതിന് കൃത്യമായി മറുപടി സുന്നി പണ്ഡിത ലോകം നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹം പറഞ്ഞ ഒന്ന്, മക്ബറ പൂജ തികച്ചും തെറ്റായ ധാരണയാണ്. സാധാരണ ഒരു സുന്നിയോട് നിങ്ങൾ എന്തിന് സിയാറത്ത് ചെയ്യാൻ പോകുന്നു മക്ബറയിൽ എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായതിന് മറുപടി ഉണ്ടാകും. അവരെയാണ് ഈ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവരെ കാഫറും മുശ്രിക്കുമാക്കി ചിത്രീകരിച്ച് മതത്തിൻ്റെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത്. അതേസമയം മതപരിസരത്തിൽ നിന്ന് അകന്നുപോയ ആളുകളെക്കുറിച്ച്, യുക്തിവാദികളെക്കുറിച്ച്, നിരീശ്വരവാദികളെക്കുറിച്ച്, നവ ലിബറൽ ചിന്താഗതിക്കാരെക്കുറിച്ച് ഒരു പഠനം നടത്തിയാൽ അവരെല്ലാം പോയത് മുജാഹിദിൽ നിന്നാണ്. മുജാഹിദ് ആശയാദർശങ്ങളിൽ വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും അവർ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും മദ്രസകളിൽ പഠിക്കുകയും ചെയ്ത പലരുമാണ്. അതേസമയത്ത് പരിശുദ്ധ ദീനിൻ്റെ പരിസരത്തിൽ നിന്ന് തെറിച്ചുപോയ യുക്തിവാദത്തിലേക്കും മത നിരാസത്തിലേക്കും എത്തിച്ചേർന്ന ആളുകളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നാൾവഴികളൊന്ന് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് മദ്രസയിൽ പഠിച്ചവർ, മുജാഹിദ് സ്ഥാപനങ്ങളിൽ പഠിച്ചവർ, അല്ലെങ്കിൽ അവരുടെ ഖുർആൻ പരിഭാഷ വായിച്ചവരോ, അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായ ആളുകളോ മറ്റോ ആണ് അത്തരം സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക്, മതനിരാശത്തിലേക്ക്, അല്ലെങ്കിൽ ലിബറലിസത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ സയ്യിദ് ജോർജ് എന്ന ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. നീയൊക്കെ സംസാരിച്ചത് കൊണ്ടുണ്ടായ നേട്ടം എന്താണെന്ന് നീ മനസ്സിലാക്കിയോ? നേട്ടമുണ്ടായത് ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കോ നിരീശ്വരവാദി പ്രസ്ഥാനങ്ങൾക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ മതരഹിത പ്രസ്ഥാനങ്ങൾക്കോ ആണ് നേട്ടമുണ്ടായിട്ടുള്ളത്. പലപ്പോഴും നിന്റെ വാക്കുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടാൻ എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നെ പോലും സത്യം തുറന്നു പറയാ, എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ആയാൽ അങ്ങനെ ആയിക്കൂടെ, എന്തിനാണ് ചോദ്യം ചെയ്യപ്പെടുക? അപ്പൊ ഞാൻ എന്റെ ഒന്നാമത്തെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ എന്റെ വേദികളിലും പരസ്പരങ്ങളിലും കണ്ട കൂട്ടുകാരെ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ സുഹൃത്തെ സുന്നിയിൽ നിന്ന് മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ്. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് അല്പം പേരുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നിന്റെയൊക്കെ പ്രസ്ഥാനം സംസാരം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങൾ വളർന്നത് കേട്ടോ. അതുകൊണ്ട് നീ ഇനിയും കുറെ കുറെ മുസ്ലിമുകളും സുന്നികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ആൾക്കാരൊക്കെ പോയിട്ട് ഇവന്റെ ഓരോ സംഭവത്തെയും ഇങ്ങനെ അവന്റെ സ്പീച്ചുകളെ തോണ്ടി ലൈക്കടിച്ച് സംഭവമാക്കി അവനെ ക്ലിയർ ആക്കി അവനെ ഉയർത്തിക്കൊണ്ടുവരട്ടെ. അത്രത്തോളം നേട്ടങ്ങൾ ഇവിടുത്തെ മറ്റ് യുക്തിചിന്തയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചിന്തിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്കൊന്നും നിനക്കൊന്നും ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല, അത് നീ പറയാൻ ആളായിട്ടുമില്ല. അപ്പൊ സുന്നി വിശ്വാസിയാണെങ്കിൽ പോലും ഈ മുജാഹിദ്, ചേകനൂര് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്താധാരകളുടെ നേരിയ സ്വാധീനം കൂടി എനിക്ക് ആ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ് ഞാനിത് എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്നറിയാനൊരു ആകാംക്ഷ ഉള്ള ഒരു സമയത്താണ് എൻ്റെ ഈ ബന്ധുക്കളുടെ എന്നെ സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രേരണ മൂലമാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഖുർആൻ എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. അങ്ങനെ ഖുർആൻ വായിച്ചപ്പോഴാണ് എനിക്ക് ഇത് സുന്നിയും ജമാഅത്തും മുജാഹിദും എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ ഗ്രന്ഥത്തിനകത്ത് കാണുന്നത് എന്ന ചിന്ത എന്നുണ്ടാവുന്നത്. അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പശ്ചാത്തലം. മാഷ് പറഞ്ഞ വേറൊരു കാര്യം, മുജാഹിദിന്റെ ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തെ മാഷ് യുക്തിവാദവും തുടങ്ങി എന്നുള്ളതാണ് അതിനൊരു ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം. ഖുർആൻ എന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെങ്കിലും ഇബ്രാഹിം നബിക്ക് ഇറങ്ങിയതാണെങ്കിലും ഈസാ നബിക്ക് ഇറങ്ങിയതാണെങ്കിലും അതെന്റെ വിഷയമല്ല. ഖുർആനിൽ എന്ത് എനിക്ക് അനുവർത്തിക്കാൻ, എനിക്ക് അംഗീകരിക്കാൻ, എനിക്ക് എന്റെ ജീവിതത്തിൽ പകർത്താൻ എന്തുണ്ട്, എന്റെ മനസ്സിനെ ക്ലിയർ ആക്കാൻ എന്താ ഖുർആനിലുണ്ട് എന്നതായിരുന്നു അന്നും എന്റെ ചിന്ത. മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും എനിക്കത് വിഷയമായിരുന്നില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ പരാജയം. കാരണം ഖുർആൻ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. അത് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണ്. ജാമിയ നദവി അറബിക് കോളേജിലെ ഞാൻ ചോദിച്ചത് ഇപ്പൊ മനസ്സിലായി. ഇന്ന് മുജാഹിദിന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അവരുടെ കുഴപ്പമാണ്. അവർക്ക് എനിക്ക് വേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുടെ പിൻബലമില്ലാതെയോ കൃത്യമായി അവരുടെ യുക്തിക്കനുസരിച്ച് മതപ്രമാണങ്ങളെയും ആദർശങ്ങളെയും വളച്ചൊടിക്കുകയും അത് ജനങ്ങളിലേക്ക് കുത്തിവെക്കുകയും ചെയ്യുന്ന വ്യക്തമായ ഒരു അജണ്ടയാണ് മുജാഹിദിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പാവപ്പെട്ട അതിലറിയാതെ കുടുങ്ങിപ്പോയ എത്രയോ ആളുകളുണ്ട്. അവരിത് കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ അഹ്ലുസുന്നയുടെ പാന്താവിലേക്ക്, വഴിയിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.